Hi everybody, welcome to Avocado Stories. So we are going to start a new video series. So ജർമ്മനിയിലേക്ക് വരാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, സ്റ്റുഡൻറ് കൊളീഗ്, ഹൗസ് ബിൽഡിംഗ്. അപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു ഫീൽഡാണ് ഔപെയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ജർമ്മനി. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് നോക്കിയാലോ. സോ ടുഡേ വി ആർ ഗോണ ഡിസ്കസ് ദിസ് ഔപെയർ ഓപ്പർച്യൂണിറ്റീസ് വിത്ത് അഞ്ജന. ലെറ്റ്സ് ഗോ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ചൂടൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര ചൂടാ. ഓക്കെ, സോ ടുഡേ നമ്മൾ അഞ്ജനയോട് ചോദിക്കും. അഞ്ജന ഔപെയർ ചെയ്യാണ് ജർമ്മനിയിൽ. അപ്പോൾ സോ അഞ്ജനയുടെ എക്സ്പീരിയൻസുകൾ, അഞ്ജന എങ്ങനെയാണ് ഔപെയറിനെ പറ്റി അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഔപെയർ ഓപ്പർച്യൂണിറ്റീസ്? ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഔപെയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അഞ്ജന ഒന്ന് പറയാമോ എന്താണ് ഔപെയർ, അതിൻ്റെ എന്തുകൊണ്ടാണ് ജർമ്മനിയിൽ അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ? ഓക്കെ, ഔപെയർ എന്ന് പറയുന്നത് ഒരു 1 ഇയർ കോൺട്രാക്റ്റ് ആണ്. അത് ചില ഫാമിലീസ് നമുക്കൊരു 6 മന്ത് തരും, അല്ലെങ്കിൽ 1 ഇയറിലെ കോൺട്രാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഒരു ജർമ്മൻ ഫാമിലിയിലാണ് നിൽക്കുക. ഈ കോൺട്രാക്ട് തീരുന്നവരെ, ദാറ്റ് മീൻസ് ഒരു 6 മന്ത് തൊട്ട് 1 ഇയർ വരെയാണ് ഈ കോൺട്രാക്ട് ഉണ്ടാവുക. അപ്പം കൂടുതൽ ഫാമിലീസ് നമുക്ക് 1 ഇയർ കോൺട്രാക്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് 1 ഇയർ കോൺട്രാക്റ്റിന്റെ ഒരു പ്രോഗ്രാമിനാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ജോബ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെ നമ്മൾ സ്കൂളിൽ കൊണ്ടുവിടുന്നു, കൂട്ടിക്കൊണ്ടുവരുന്നു. ചില ഫാമിലീസ് നമ്മളോട് പറയും അവർക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കാൻ പറയും, അങ്ങനെയൊക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ഞാൻ നോക്കുന്ന കുട്ടികളൊക്കെ കിൻഡർ ഗാർഡനിൽ പോകുന്നവരാണ്. അപ്പൊ രാവിലെ അവരെ ഡ്രസ്സ് ചെയ്ത് അവരുടെ പാരന്റ്സ് നിർത്തിയിട്ടുണ്ടാവും. അവരെ ജസ്റ്റ് ഒന്ന് കിൻഡർ ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക, തിരിച്ചവരെ കൂട്ടിക്കൊണ്ടുവരാം. അതാണ് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. അപ്പോൾ നമ്മുടെ ഔപെയർ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഫാമിലി ഡിപെൻഡന്റ് ആയിരിക്കും അല്ലേ? മെയിൻലി ഫാമിലി ഡിപെൻഡന്റ് ആണ്. അവര് പറയുന്ന ടാസ്കുകളാണ്. അതെ, പക്ഷെ നമ്മുടെ കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇതാണ്, കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുക, ലൈറ്റ് ആയിട്ടുള്ള ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ചെയ്യാന്നുള്ളതാണ്. അത് എല്ലാ ഫാമിലീസും നമ്മളോട് പറയത്തില്ല. പക്ഷെ ചില ഫാമിലീസ് നമ്മളോട് വീട്ടിലെ ചെറിയ ജോലികൾ, വലിയ ഭാരപ്പെട്ട പണികളല്ല, പക്ഷെ ചെറിയ ജോലികളൊക്കെ ചെയ്യാനായിട്ട് പറയും. അപ്പൊ അന്തരം ഞാൻ ചോദിച്ചോട്ടെ, അപ്പം ഈ ടാസ്കുകൾ ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് പഠിത്തം അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈറ്റർ ബിൽഡിംഗ് ഒക്കെ നടക്കും? എല്ലാം നടക്കും. അതായത് ലാംഗ്വേജ് കോഴ്സ് ഇവരാണ് നമ്മളെ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന ഫാമിലിയാണ് നമുക്ക് ലാംഗ്വേജ് കോഴ്സ് പഠിപ്പിക്കുന്നത്. അതെ അതെ. അപ്പൊ നമ്മൾ പ്രീവിയസ് നോളജ് വേണ്ടേ നമുക്ക് ലാംഗ്വേജ്? തീർച്ചയായിട്ടും വേണം. അതായത് നമുക്കിപ്പം ഇവിടെ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു എളുപ്പ വഴിയാണ് ഔപെയർ എന്ന് പറയുന്നത്. അത് ജർമ്മനി പോലെയുള്ള ഒരു കൺട്രിയിൽ എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഔപെയർ ആണ്. അപ്പം ഇവിടെ നമുക്ക് ഇവർ ചോദിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് A1 അല്ലെങ്കിൽ A2 ലെവലാണ്. അപ്പം A2 ലെവൽ മാത്രമുള്ള ഒരാൾക്ക്, അതായത് +2 പാസ്സായോ അതോ ഡിഗ്രി വേണമെന്നുണ്ടോ? ഒരു നിബന്ധനയില്ല. 18 to 27 ഏജ് ഗ്രൂപ്പിലുള്ളവരെയാണ് ഇവർ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ പെൺകുട്ടികൾക്കാണ് കൂടുതൽ അവസരം. സോ അപ്പം 18 to 27 ഇയേഴ്സ് ഏജ് ഉള്ള പെൺകുട്ടികൾക്കാണ് മുൻഗണന കൂടുതൽ. അപ്പോൾ A2 ലാംഗ്വേജ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് 4-5 വർഷം ആവുന്നു. അപ്പോൾ A2 ലാംഗ്വേജ് കൊണ്ട് മാത്രം എങ്ങനെയാണ് വരാൻ പറ്റും? എന്താണ് അഞ്ജനയുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്? ക്രൈറ്റീരിയയിൽ അവർ പറഞ്ഞിരിക്കുന്നത് A1 അല്ലെങ്കിൽ A2 ലാംഗ്വേജ് ആണ്. ഞാൻ നാട്ടിൽ നിന്ന് B2 കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും B2 വരെ പഠിച്ചിട്ട് വരാനാണ് പറയത്തുള്ളൂ. കാരണം നമ്മളിവിടെ B2 കൊണ്ട് വന്നാൽ പോലും നമ്മളിവിടെ ജർമ്മൻ നേറ്റീവ്സ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ അഞ്ചാം ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പോൾ സപ്പോസ് ഏറ്റവും ഉള്ള ഒരാൾക്ക് ഇപ്പോൾ ഔപെയർ കിട്ടിയെന്ന് വിചാരിച്ചു, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാംഗ്വേജ് പിന്നെ പഠിക്കാൻ പറ്റും. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ A1 അല്ലെങ്കിൽ A2 വെച്ചിട്ടാണ് പകുതി ആൾക്കാരും വരുന്നത്. അപ്പോൾ ഈ A2ന് ശേഷം B1 B2 നമ്മളിപ്പോൾ ഒരു ഹൗസ് ബിൽഡിംഗ് കോഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകണമെങ്കിൽ എപ്പോഴും, അല്ലെങ്കിൽ നമ്മളൊരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആ ഭാഷ അത്ര ഇമ്പോർട്ടന്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് B2 ലെവൽ വരെയെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ബാക്കി നമ്മളിപ്പോൾ A1 അല്ലെങ്കിൽ A2 കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ലാംഗ്വേജിന്റെ കോഴ്സുകൾ നമ്മുടെ ഫാമിലിയാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഫണ്ടിങ്, നമ്മുടെ ട്രാവൽ എക്സ്പെൻസ്, അതൊക്കെ നമ്മുടെ ഫാമിലിയാണ് മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ എക്സ്പെൻസുകളും ഫാമിലിയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസുകൾ അതും അവർ ടേക്ക് കെയർ ചെയ്യും. നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടും? അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ളതെല്ലാം നമ്മൾ തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ നമ്മുടെ അക്കോമഡേഷനും നമ്മുടെ ഫുഡും അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കൂടെ തന്നെ നമ്മുടെ ഡോയ്ഷെ ബാൻഡ്, അതായത് നമ്മുടെ ഇവിടുത്തെ ട്രാവൽ ചെയ്യാനുള്ള ടിക്കറ്റ്, അത് അറൌണ്ട് 58 ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഫാമിലിയാണ് കൊടുക്കുന്നത്. അതേപോലെ ഈ ലാംഗ്വേജിന്റെ പൈസയും അവരാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻകം കിട്ടുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അത് ഇപ്പം അഞ്ജനയുടെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം ജർമ്മനിയിലെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ ഒരു മാസത്തെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫുഡിനും അക്കോമഡേഷനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ പോകുന്നത്. അപ്പൊ അത് ഓൾറെഡി നമ്മുടെ ഫാമിലി എടുക്കുന്നുണ്ട്. യാത്രയ്ക്ക് പൈസ പോകുന്നുണ്ട്, അതും നമ്മുടെ ഫാമിലി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെറിയൊരു ടാഷങ്കലുണ്ട്, അതായത് നമുക്ക് മന്ത്ലി കിട്ടുന്ന ഒരു ചെറിയ സാലറി അതുകൊണ്ട്. പക്ഷെ അതുകൊണ്ട് നമുക്ക് വേറെ
എക്സ്പെൻസുകളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്കത് നമ്മുടെ കയ്യിൽ തന്നെ സേവിങ്സ് ആയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ലാംഗ്വേജും അവർ പഠിപ്പിക്കുന്നുണ്ട്, അപ്പോൾ ഉണ്ട്. ആ എക്സ്പെൻസും ഉണ്ടാകത്തില്ലെന്നാണ് അഞ്ജനയുടെ എക്സ്പീരിയൻസ്. അപ്പം അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ഒബ്വിയസ്ലി എങ്ങനെ ഒരാൾക്ക് അപ്ലൈ ചെയ്ത് വരാം? ഇപ്പം നാട്ടിൽ നിന്ന് പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻ്റ് റിക്വയർമെൻറ്റ്സ്, എങ്ങനെ ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാം. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒത്തിരിയേറെ ഏജൻസീസ് ഉണ്ട്, ഔട്ട്പെയർ ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വരാൻ പറ്റും. എനിക്ക് തോന്നുന്നു outpair.com എന്ന് പറയുന്ന വെബ്സൈറ്റുകളുണ്ട്, അല്ലെങ്കിൽ ചില ഇൻസ്റ്റഗ്രാം പേജുകളുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് അപ്ലൈ ചെയ്ത് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പല ഏജൻസികളെ കോൺടാക്ട് ചെയ്യാം. ഏജൻസികളാവുമ്പോൾ കുറച്ചുകൂടെ ജെനുവിനായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരിയേറെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, കുറെ ഡോക്യുമെന്റ്സ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം വിസ റിജക്ട് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞല്ലോ, ഇതിനകത്ത് വേണ്ടത് ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ പഠിച്ച ഡിഗ്രിയോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചത് അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ബേസിക് ആയിട്ടുള്ള പാസ്പോർട്ട്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ആണ്. അതെ അതെ, അതായത് നമ്മൾ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടതായിട്ട് വരും. അതേപോലെ നമ്മുടെ ഒരു മോട്ടിവേഷൻ ലെറ്റർ, എന്തുകൊണ്ട് നമ്മൾ ഔട്ട്പെയർ ആയിട്ട് ജർമ്മനിയിലേക്ക് വന്നു എന്നുള്ള ഒരു മോട്ടിവേഷൻ ലെറ്റർ ഇപ്പോൾ നമ്മളെ എല്ലാ കോഴ്സ് ആപ്ലിക്കേഷനും അതെ. ജർമ്മനിയിൽ പൊതുവെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എനിക്കത് അത്ര ക്ലിയർ ആയില്ല, അതുകൊണ്ട് ചോദിക്കാം. നമ്മളിപ്പം ഒബിയസ്ലി നമ്മൾ ഒരു വീട്ടിലേക്ക് വരുന്നത് ആ ഫാമിലിയിലേക്ക് വരുന്നത് കുട്ടികളെ നോക്കാനാണ് ഞാൻ പറഞ്ഞത്. യെസ്. അപ്പൊ നമ്മള് എന്താണ് ഇതിനു മുമ്പ് പ്രീവിയസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കുട്ടികളെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടായിരുന്നു? ലൈക്ക് നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ഏതെങ്കിലും ഒരു എന്താണ് ഒരു ചൈൽഡ് കെയർ ഹോമിൽ നിന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആണ്. ആപ്ലിക്കേഷൻ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അതെ അതെ, അതുണ്ട്. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ ലാംഗ്വേജ് ലെവൽ ചോദിക്കുന്നുണ്ട്, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ്, അതായത് 12th മതി ശരിക്കും. നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഏജ് ലിമിറ്റ് അവർ നോക്കും, അതായത് ഒരു 18 to 27 ആണ് ഏജ് വരുന്നത്. അപ്പം അതിനുള്ളിൽ നമ്മുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് വെക്കാം. ചില ഏജൻസികൾ പറയും നമുക്ക് +2 മതി, അല്ലെങ്കിൽ ഡിഗ്രി വരെ മതി, അതിനുശേഷം വൈറ്ററായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. സോ അപ്പോൾ അഞ്ജന എങ്ങനെയാണ് വന്നത്? ഏജൻസി അപ്ലൈ ചെയ്തിട്ടാണോ അതോ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്തിട്ടാണോ വന്നത്? ഞാൻ ഏജൻസി വഴിയാണ് വന്നത്. കാരണം ഏജിന്റെ റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടാവും. അതായത് ഇപ്പം ഒരു 27 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്, അതായത് ഔട്ട്പെയർ വിസയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്തതിന്റെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഏജൻസി വഴിയാണ് വന്നത്. അതേസമയം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി പൈസ കുറവായിരിക്കും, നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. അങ്ങനെ ഏജൻസി ഫീസ് ആണ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതെ അതെ. അപ്പം ഈ ട്രാവലിങ്ങിനുള്ളതോ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ നമുക്ക് ഫാമിലി ആണോ എടുത്തു തരിക അതോ നമ്മൾ തന്നെ പേ ചെയ്യണോ? അത് ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇതേപോലെ തന്നെ അവളുടെ ഫാമിലി സ്വന്തമായിട്ട് ടിക്കറ്റ് ഓഫർ ചെയ്തിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കേണ്ടി വന്നു. ഒരു ചെറിയ എമൗണ്ട് പോലും അവരിടുന്നുണ്ടായിരുന്നില്ല, നമ്മൾ തന്നെ സ്വന്തം എടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫാമിലി സ്പോൺസർഷിപ്പ് കിട്ടി, നമ്മളിങ്ങോട്ട് വരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവർ നമ്മളെ എയർപോർട്ട് പിക്കപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷോർട്ടായിട്ട് പറയാൻ പറ്റും? തീർച്ചയായിട്ടും. ഞാൻ വന്ന സമയത്ത് എന്നെ അവരുടെ ഫാമിലി തന്നെ പിക്ക് ചെയ്യാൻ ഫ്രാങ്ക്ഫർട്ടിൽ വന്നു. അവിടുന്ന് എന്റെ ഫാമിലി തന്നെ പിക്ക് ചെയ്യാൻ വന്നിരുന്നു. വന്ന അന്ന് തന്നെ അവര് റൂമുകൾ കാണിച്ചു. നമുക്ക് സിംഗിൾ ആയിട്ടുള്ള റൂം ഉണ്ടാവും, ചില ഫാമിലീസ് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെ പ്രൊവൈഡ് ചെയ്യും. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്നിടത്ത് അങ്ങനെ ഒന്നുമില്ല, കോമൺ ബാത്റൂം ആണ്. കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എന്നെ അവർ പിക്ക് ചെയ്യാൻ വന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിറ്റേന്ന് ഫുൾ റെസ്റ്റ് എടുത്തു. അതിനുശേഷമാണ് ഇവരുടെ ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പൊ ഡ്യൂട്ടീസിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പം ഞാൻ ചോദിക്കാൻ വിട്ടുപോയ കാര്യമാണ്,